അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കട്ടെ, കർത്താവ് എന്നാ പറയണമെന്ന് കേൾക്കാമല്ലോ, നിങ്ങളതിൻ്റെ ഒരു നമ്പർ പറയാൻ പറയും. അപ്പോൾ ഷോജു ഒരു 8 പറഞ്ഞു, വത്സല ഒരു 7 പറഞ്ഞു. പിന്നെ ഞാൻ ഒരു സുവിശേഷത്തിൻ്റെ പേര് പറയാൻ പറയും. അപ്പോൾ ഒരു ലൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലൂക്ക 8-ാം അധ്യായം 7-ാം വാക്യമാണ് ഇപ്പം ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തെ സ്റ്റാറ്റസ്. 2-ാം ദിവസം 3-ാം ദിവസത്തെ 3-ാം ദിവസം ധ്യാനം എവിടെ നിൽക്കുന്നത് എന്തുണ്ട്? മീറ്റർ റീഡിംഗ് ആണ്. എൻ്റെ മീറ്റർ റീഡിംഗ് ആണ്. എന്താണ്? ലൂക്ക 8:7. നിങ്ങൾക്ക് ഇത് സിമ്പിളാണ്. നിങ്ങൾ ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണ്, ഇപ്പോൾ ഫങ്ഷനിലായിട്ട് വന്നതല്ല, ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. ആ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, ആൻ്റണി ഓക്കാമച്ചൻ, ജർമ്മൻ. അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയോ? അപ്പം അങ്ങേര് ഇങ്ങനെ പെട്ടുപോയി ആ പ്രോജക്റ്റ് ക്യാൻസലാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനോട് പറഞ്ഞില്ലേ, സിസ്റ്റർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞത്? അച്ഛൻ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞില്ലേ? ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ ദിവസം സിസ്റ്റർ ഒരു സ്വപ്നം കണ്ട്. സിസ്റ്റർ ഈ അച്ഛൻ്റെ മേടെ പോയിട്ടില്ല, അച്ഛൻ്റെ മുറികൾ കണ്ടിട്ടില്ല. പക്ഷേ സ്വപ്നത്തിൽ അമ്മ ഈ അച്ഛൻ്റെ മുറികളെല്ലാം കാണിച്ച്, അച്ഛൻ്റെ മേടകളെല്ലാം കാണിച്ച ശേഷം ഓരോ ഭൂമുഖത്തുനിന്ന് കയറി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മറ്റു മുറികൾ സ്റ്റഡി റൂമിലേക്കും ഡ്രോയിങ് റൂമിലേക്കും പോയിട്ട് അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് മാതാവ് അച്ഛൻ്റെ തലയിൽ കൈവച്ച്. പിറ്റേ ദിവസം വെളുപ്പിന് സിസ്റ്റർ സ്വപ്നം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അച്ഛനെ വിളിച്ച് പറഞ്ഞ്, ഇനിയൊരു പ്രശ്നവുമില്ല, അമ്മ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, ഇതല്ലേ അച്ഛൻ്റെ വീട്, ഈ മുറിയിൽ ഇന്ന സാധനങ്ങളില്ലേ, അടുത്ത മുറിയിൽ ഇന്ന സാധനങ്ങളില്ലേ, അതിലെകൂടി മാതാവ് കടന്നിട്ടുണ്ട്, അച്ഛൻ ഇരിക്കുന്ന സ്ഥലം ഇന്നതല്ലേ, അവിടെ വന്ന് അമ്മ അച്ഛൻ്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, ഇനി അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല. ആക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഇവരുടെ പ്രോജക്റ്റ് ഓഫീസിൽ വിളിച്ചു, ഫാദർ ഞങ്ങളെ കാണാം. നേരത്തെ ഇങ്ങനെ പ്രോജക്റ്റ് ഓഫീസ് കേസിലിരിക്കുകയല്ലേ, ചിലപ്പോൾ അകത്ത് പോവും, ജയിലിൽ പോവും. അതുകൊണ്ട് ഇവർ ഒരു കൗൺസിലിങ്ങിന് പോലും ടൈം കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ അവർ പറയണേ, നിങ്ങൾ വന്ന് ഞങ്ങളെ കാണുക, നിങ്ങൾക്കെതിരെയുള്ള ആരോപണം നിലനിൽക്കണില്ലെന്ന്. അങ്ങനെ ഒരു ആരോപണം ഇല്ലെന്ന്. ഇപ്പം പെട്ടെന്നല്ലേ മാറണത്. അപ്പം അച്ഛൻ അതുകൊണ്ട് പറഞ്ഞത് എന്തറിയോ, ഞാൻ വിചാരിച്ചത് എൻ്റെ പട്ടമാണ് ഏറ്റവും വലിയ ഉടമ്പടി എന്ന്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത